ഭയങ്കര ഒരു ട്രെൻഡാണ് ഈ ഔട്ട്ഫിറ്റ്സ് വർത്ത് അറിയുന്നത് എന്ന് പറയോ? ഇത് കാണിക്കോ? ഷൂസ് കാണിക്കോ? നൈക്കിയുടെ ഷൂസ് ആണ്. എന്തായാലും ഒരു 10,000 രൂപ വരും അല്ലേ? ഇല്ല, അറൗണ്ട് 85,000. ഷൂസ് എടുത്ത് ഇവിടെ വെക്കണോ? നീ നിലത്തിരുന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലുള്ളൂ? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? ആ, എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ ഓരോരുത്തർ ഷോപ്പ് ഇട്ട് തുടങ്ങുമ്പോ എന്റെ സുധി എന്ന അങ്ങോട്ട് തിരിഞ്ഞ പെണ്ണിന്റെ നമ്പർ ചോദിക്കല്ല, അത് പ്രതിമയാണ്. ദീപാവലി എന്ന് പേര് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല് പണ്ടെന്ന് പറഞ്ഞാ ബിസി അല്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം. ഒന്ന് പിടിക്കും. ആ കുട്ടി ഒന്ന് പിടിച്ചോളൂ. ഒന്ന് പിടിക്കും. ആ കടയിലവിടെ കൊണ്ട് നിർത്തി മിണ്ടായിക്കട്ടെ. അവിടെ പ്രതിമ ഇവിടെ കൊണ്ടുവയ്ക്കൂ. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? എക്സ്റേ എടുക്കണം. പേഷ്യന്റിനെ അധികം നടത്തിക്കണ്ട. ഞാൻ വേഗം പോയി എക്സ്റേ എടുത്തിട്ട്. അല്ല, രോഗിയുടെ എടുക്കേണ്ടത്. ഞാൻ വേഗം പോയി എക്സ്റേ എടുത്തിട്ട്. 1-നും 10-നും ഇടയിലുള്ള ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കും. ഇനി മാറ്റുന്നത് അദ്ദേഹം പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ എഴുതുകയാണ്. 7 yes or no? Yes. Thank you. ഞാൻ നിർത്തി. താങ്ക് യു വെരി മച്ച്. അല്ല, എഴുതിയ നമ്പറും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഇതെത്രയോ കാലത്തെ കഠിനാധ്വാനമാണ്. താങ്ക്സ് ഗോഡ്. പക്ഷെ ഒരുത്തം വന്ന് പൊളിക്കാൻ നീ ഗ്യാസ് കൊടുക്കും. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. എന്താ സർക്കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു, വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ട് കിടക്കാണെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാ മതി, എല്ലാം ശരിയാവും. വാ, ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ട് കിടക്കാണെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാ മതി. എന്റെ അറിവില് യുവർ ഫാദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ. കാരണം ഇത്ര നല്ലൊരു ആർട്ട് ഉണ്ടാക്കി വെച്ചില്ല. ഇംപ്രസ് ആയി അല്ലെങ്കിൽ നീ കേൾക്കേണ്ടി വരും. അഭിനയിച്ചാൽ അടുത്ത പിക്ചർ അല്ല, അമ്മയല്ല പറയേണ്ടത്. ഹലോ, എന്റെ അമ്മയ്ക്ക് ഞാനാ ഫേവറേറ്റ്. അത് ഞാൻ അങ്ങനെ പറയും. ഇതിലെ ആരെ ഇഷ്ടത്താണോ? അതെ രണ്ടുപേരെ ഇഷ്ടമല്ല. സൂപ്പറ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ യോജിച്ച ചോദ്യമാണോ ഈ പ്രോഗ്രാമിന്റെ ആങ്കർ ചോദിച്ചത്? ഞാൻ ഉത്തരം പറയാനുള്ളത് എന്റെ പ്രൊഡ്യൂസറുടെ എനിക്ക് ചോദിക്കാനുള്ളത്, പുള്ളിക്ക് വലത്തെ കണ്ടോണോ ഇടത്തെ കണ്ടോണോ?